അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെയിറ്റിന്റെ അഡീഷനും സബ്ട്രാക്ഷനും പറഞ്ഞു അല്ലേ? ഇനി അതിൽ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്. അതിലെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തതൊന്ന് നോക്കാം. പേജ് നമ്പർ 126. Example 1. Amit bought 15 kilogram 500 gram of rice and 3 kilogram 250 gram of wheat. Find the total weight of the food grains bought. Enda question. Amit 15 kilo 500 gram rice 3 kilo 250 gram wheat ഒരു കടയിൽ പോയിട്ട് വാങ്ങി. Then what is the total weight of food grains? ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും വീറ്റിന്റെയും റൈസിന്റെയും കൂടി? എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. റൈസിന്റെ വെയിറ്റും വീറ്റിന്റെ വെയിറ്റും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 15 കിലോ 500 ഗ്രാം പ്ലസ് 3 കിലോഗ്രാം 250 ഗ്രാം. അവിടെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗ്രാംസ് ആഡ് ചെയ്യും. ഗ്രാംസ് ആഡ് ചെയ്തതിനു ശേഷം കിലോഗ്രാമോ ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടി? 18 കിലോഗ്രാം 750 ഗ്രാം. 18 kilogram 750 gram. Then second question. Second question, a passenger's suitcase and bag together weighed 35 kilogram 300 gram. If his suitcase weighed 27 kilogram 355 gram, find the weight of his bag. നമ്മളിപ്പോ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത്, എബ്രോഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലഗേജിന് വെയിറ്റ് ഉണ്ട്. മിനിമം ഇത്ര വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ലഗേജിന്റെ വെയിറ്റ് നോക്കും. അപ്പോൾ കൂടുതൽ വെയിറ്റ് ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ പറയുന്ന വെയിറ്റ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഒരു പാസഞ്ചറിന്റെ സ്യൂട്ട് കേസും ബാഗും രണ്ടും കൂടിയിട്ട് 35 കിലോഗ്രാം 300 ഗ്രാം ഉണ്ട്. 35 കിലോഗ്രാം 300 ഗ്രാം രണ്ടും കൂടിയിട്ട് അത്രയുണ്ട്. സ്യൂട്ട് കേസ് മാത്രം, ഇഫ് ഹിസ് സ്യൂട്ട് കേസ് വെയ്ഡ് 27 കിലോഗ്രാം 355 ഗ്രാം, സ്യൂട്ട് കേസ് മാത്രം എത്രയുണ്ട്? 27 കിലോഗ്രാം 355 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ഹിസ് ബാഗ്. രണ്ടും കൂടിയിട്ടുള്ള വെയിറ്റും തന്നിട്ടുണ്ട്, സ്യൂട്ട് കേസിന്റെ വെയിറ്റ് മാത്രവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാഗിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മൈനസ് ചെയ്യണം അല്ലെ? ടോട്ടൽ വെയിറ്റിൽ നിന്ന് സ്യൂട്ട് കേസിന്റെ വെയിറ്റ് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മൈനസ് ചെയ്തത് മനസ്സിലായോ? എങ്ങനെയാ മൈനസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. സാധാരണ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൽ കിലോഗ്രാമും ഗ്രാമും നമ്മൾ കുറച്ച് വിട്ട് വെച്ച് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഓക്കെ. അപ്പൊ എക്സസൈസ് 5.8 ഒരു 6 പ്രോബ്ലംസ് ഉണ്ട്. ആ 6 പ്രോബ്ലംസിന്റെയും മീനിങ് ഞാൻ പറഞ്ഞുതരാം. ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേന്ന് പറയാം. സ്റ്റെപ്പ് എഴുതിയിട്ട് ഇതേപോലെ ഈ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന പോലെ സ്റ്റെപ്പ് എഴുതിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? സ്റ്റെപ്പ് എഴുതാൻ പറ്റില്ല അല്ലേ? അപ്പൊ നിങ്ങൾ എക്സാമിന് എങ്ങനെ എഴുതും സ്റ്റെപ്പ്? എക്സാമിന് എങ്ങനെ എഴുതും? ഇപ്പൊ സ്റ്റെപ്പ് എഴുതാതെ എക്സാമിന് എഴുതാൻ പറ്റുമോ? ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം എഴുതാൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ബാക്കി 5 എണ്ണം നിങ്ങൾ മീനിങ് ഞാൻ പറഞ്ഞുതരാം. അതിന് എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. നിങ്ങൾ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഒന്ന് എഴുതാതെ ഇരുന്നാൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റില്ലല്ലോ. അടുത്ത ക്ലാസ്സിൽ 5th എത്തിയാൽ അതും എഴുതാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതേണ്ടതെന്ന്. സ്റ്റെപ്സും എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എഴുതി തരാം. അടുത്ത 5 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
A box weighs 9 kilograms 650 gram. Another box weighs 3 kilogram 278 gram. What is the total weight of the two boxes? Question നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ വിട്ടിട്ട് ആൻസർ മാത്രം എഴുതാം. എന്താ ക്വസ്റ്റ്യൻ? രണ്ട് ബോക്സ് നോട്ട്ബുക്കിൽ രണ്ട് ബോക്സിന്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ വെയിറ്റ് ക്വസ്റ്റ്യനിൽ കണ്ടാൽ തന്നെ അത് അഡീഷനാ വരിക. ടോട്ടൽ വെയിറ്റ് എന്ന് കണ്ടാൽ ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. സ്റ്റെപ്സ് ഇതിന്റെ മിസ് പറഞ്ഞുതരാം. ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ളതിന്റെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് അവിടെ വിട്ടോ കേട്ടോ. Weight of first box. Weight of first box is equal to 9 kilogram 650 gram. Then weight of second box. Weight of second box is equal to എഴുതിയെടുത്തോട്ടോ നിങ്ങളെ നോട്ടില് 3 kilogram 278 gram. Then total weight is equal to total weight is equal to 9 kilogram 650 gram plus 3 kilogram 278 gram. എങ്ങനെ ആഡ് ചെയ്യും? Nine 650 3 278 plus 0 plus 8 8 5 plus 7 12 remaining 1 1 plus ചെയ്തു കഴിഞ്ഞോ? 7 plus 2 9 9 plus 3 12. But total weight is equal to 12 kilogram 928 gram. ആൻസർ കിട്ടിയില്ല എല്ലാവർക്കും? 12 kilogram 928 gram. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ് എഴുതാൻ. ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാന്ന് എഴുതുക. ഓരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ വെയിറ്റ് ആണോ അല്ലെങ്കിൽ ഡിഫറൻസ് ആണോ എന്താന്ന് വെച്ചാൽ അത് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ സ്റ്റെപ്സ് എഴുതാൻ? ഒന്ന് എഴുതി നോക്ക്, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഞാൻ മീനിങ്ങും പറഞ്ഞുതരാം, എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി ബാക്കി 5 ക്വസ്റ്റ്യനും.
Second one, a fruit seller had no kilogram weight. A fruit seller had no kilogram weight. So he placed two 500-gram weights and a 200-gram weight against some apples. How much did the apples weigh in kilograms? ഒരു ഫ്രൂട്ട് സെല്ലറിന് എഴുതി കഴിഞ്ഞില്ലേ ക്രിസ്റ്റി? ബാക്കിയുള്ളവര് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഒരു ഫ്രൂട്ട് സെല്ലറിന് കിലോഗ്രാം വെയിറ്റ് ഇല്ല. അപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ പണ്ടത്തെ ഷോപ്പിലൊക്കെ കട്ട വെച്ചിട്ട് തൂക്കുന്നത്, വെയിറ്റിന്റെ കട്ട വെച്ചിട്ട് വെയിറ്റ് മെഷർമെന്റ് എടുക്കുന്ന പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പോ ഫ്രൂട്ട് സെല്ലറിന്റെ അടുത്ത് കിലോഗ്രാം വെയിറ്റ് ഒന്നുമില്ല. അതായത് 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 5 കിലോഗ്രാം, 10 കിലോഗ്രാം ഇങ്ങനെയുള്ള കിലോഗ്രാം വെയിറ്റ് ഒന്നുമില്ല. അയാളുടെ കയ്യിലുള്ളതാകെ 500 ഗ്രാമിന്റെയും 200 ഗ്രാമിന്റെയും അങ്ങനെ ഗ്രാംസിന്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരാള് ഫ്രൂട്ട് മേടിക്കാൻ പോയിട്ട് ഈ ഫ്രൂട്ട് സെല്ലർ എന്ത് ചെയ്തു? 2 500 ഗ്രാം വെയിറ്റ്സും ഒരു 200 ഗ്രാം വെയിറ്റും വെച്ചു. 2 500 ഗ്രാം വെയിറ്റും ഒരു 200 ഗ്രാം വെയിറ്റും വെച്ചു. അങ്ങനെയാണെങ്കിൽ ആപ്പിളിന് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് വെച്ചു. Then how much did the apples weigh in kilogram? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ആപ്പിളിന്റെ വെയിറ്റ്? മൈനസ് അല്ലേ? മൈനസ് അല്ലല്ലോ, ടോട്ടൽ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ആഡ് ചെയ്യല്ലേ വേണ്ടേ? എങ്ങനെ ആഡ് ചെയ്യും? ഗ്രാംസ് മാത്രമാണ് തന്നിരിക്കുന്നത്. 500 ഗ്രാം, 2 500 ഗ്രാമിന്റെ വെയിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ 2 തവണ 500 ഗ്രാം ആഡ് ചെയ്യാം. പിന്നെ എത്രയാ വെച്ചിരിക്കുന്നേ? ഒരു 200 ഗ്രാമും. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോ 0 0 5 plus 5 10 10 plus 2 12 12 എഴുതുന്ന സമയത്ത് നമ്മള് ഗ്രാമിന്റെ വെയിറ്റ് 3 ഡിജിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ബാക്കി ഒരു ഡിജിറ്റ് കിലോഗ്രാമിലേക്കാ കൊടുക്കുക അല്ലേ? സാധാരണ നമ്മൾ അങ്ങനെയല്ലേ വെയിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നേ. അപ്പൊ ഇവിടെ എത്ര വരും? 1 കിലോഗ്രാം 200 ഗ്രാം. ടോട്ടൽ ആപ്പിളിന്റെ വെയിറ്റ് 1 കിലോഗ്രാം 200 ഗ്രാം. ടോട്ടൽ വരുന്നത് 1200 ഗ്രാം ആണ്. 500 ഗ്രാം പ്ലസ് 500 ഗ്രാം പ്ലസ് 200 ഗ്രാം എന്ന് പറയുന്നത് 1200 ഗ്രാം ആണ്. 1200 ഗ്രാം എന്നത് നമ്മൾ നേരത്തെ കൺവേർഷൻ പഠിച്ചിട്ടുണ്ട്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 ഗ്രാം പ്ലസ് 200 ഗ്രാം. 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം, പിന്നെ ബാക്കിയുള്ളത് 200 ഗ്രാം. അപ്പൊ ടോട്ടൽ വെയിറ്റ് നമുക്ക് കിട്ടും 1 കിലോഗ്രാം പ്ലസ് 200 ഗ്രാം. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ ഇത്രയാണ്. നിങ്ങൾക്ക് സ്റ്റെപ്സ് എഴുതാൻ പറ്റുമെങ്കിൽ സ്റ്റെപ്പ് എഴുതാൻ ശ്രമിക്കണേ, കേട്ടല്ലോ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. Arjun weighs 36 kilogram 500 gram and his father weighs 70 kilogram. നിങ്ങളുടെ വെയിറ്റ് അറിയോ? നിങ്ങൾക്ക് നോക്കാറുണ്ടോ വെയിറ്റ്? ഓക്കെ, ഇടക്കിടക്ക് വെയിറ്റ് നോക്കണം കേട്ടോ. ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ, വെയിറ്റ് നന്നായിട്ട് കൂടുന്നുണ്ടാവും. സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിൽ കളിച്ചിട്ടും ഒക്കെ വെയിറ്റ് ഒന്നും കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. ഇപ്പൊ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്നല്ലേ, നന്നായിട്ട് വെയിറ്റ് കൂടും. ഇടക്കിടക്ക് നോക്കണം കേട്ടോ. ഓക്കെ, Arjun weighs 36 kilogram 500 gram and his father weighs 70 kilogram.
How much less does Arjun weigh than his father? എന്താ ക്വസ്റ്റ്യൻ? അർജുന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഫാദറിന്റെ വെയിറ്റും തന്നിട്ടുണ്ട്. ഫാദറിന്റെ വെയിറ്റിനേക്കാളും എത്ര കുറവാണ് അർജുന്റെ വെയിറ്റ്? എങ്ങനെയാ അത് കണ്ടുപിടിക്കാം? ഫാദറിന്റെ വെയിറ്റിനേക്കാളും മൈനസ് ചെയ്യണം അല്ലേ? ഫാദറിന്റെ വെയിറ്റിൽ നിന്ന് ഫാദറിന്റെ വെയിറ്റ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 70 കിലോഗ്രാം. 70 കിലോഗ്രാം എന്ന് പറയുമ്പോ 70,000 മൈനസ് അർജുന്റെ വെയിറ്റ് എത്രയാ? 36 കിലോഗ്രാം 500 ഗ്രാം. 70 കിലോഗ്രാമിൽ നിന്ന് 36 കിലോഗ്രാം 500 ഗ്രാം മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 0. 10ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 5. ഇവിടെ 9 ഉണ്ട്. 9ൽ നിന്ന് 6 മൈനസ് ചെയ്യുമ്പോൾ 3. ഇവിടെ 6 ഉള്ളൂ. 6ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 3. 33 കിലോഗ്രാം 500 ഗ്രാം. തേർഡ് വണ്ണിന്റെ ആൻസർ ആണ് 33 കിലോഗ്രാം 500 ഗ്രാം. ആൻസർ വേണമെങ്കിൽ എഴുതി വെച്ചോ. സ്റ്റെപ്സ് നിങ്ങൾ എഴുതണം കേട്ടോ. ടെക്സ്റ്റിൽ വേണമെങ്കിൽ ആൻസർ എഴുതി വെക്കാം. എന്താ ചെയ്യേണ്ടതെന്നും ആൻസർ എഴുതി വെച്ചു. Then fourth question, Sita required 8 kilogram 500 gram burfi for Diwali. She bought 5 kilogram 750 gram burfi from one shop. How much more burfi has she to buy to have the required weight of burfi? എന്താ ബർഫി അറിയോ? ബർഫി എന്താന്നറിയോ? അറിയില്ല. ദിവാലി സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടോ? ദീപാവലിക്ക് സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടോ? ദീപാവലി സ്വീറ്റ്സ് അറിയോ? കുറേ തരത്തിലുള്ള നല്ല മധുരമുള്ള കുറേ പലഹാരങ്ങൾ. അതിലുള്ള ഒരു പലഹാരമാണ്, സ്വീറ്റ്സ് ആണ് ബർഫി എന്ന് പറയാം. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്വീറ്റ്. ദിവാലിക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്വീറ്റ്സ് ആണ് ബർഫി. അപ്പോ സീതയ്ക്ക് ദിവാലിന്റെ സമയത്ത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി 8 കിലോഗ്രാം 500 ഗ്രാം ബർഫി വേണം. എത്ര വേണം? 8 കിലോഗ്രാം 500 ഗ്രാം ബർഫി വേണം. സീത എന്ത് ചെയ്തു? ഒരു ഷോപ്പിൽ നിന്ന് 5 കിലോഗ്രാം 750 ഗ്രാം ബർഫി വാങ്ങി. ബാക്കി എത്ര വെയിറ്റ്, എത്ര ബർഫി കൂടി വാങ്ങേണ്ടി വരും? ടോട്ടൽ ആഡ് ചെയ്യാണോ വേണ്ടേ? മൈനസ് ചെയ്യണം. ടോട്ടൽ വെയിറ്റിൽ നിന്ന് സീത വാങ്ങിയിരിക്കുന്ന വെയിറ്റ് മൈനസ് ചെയ്താൽ ബാക്കി എത്രയാ വേണ്ടേന്ന് നമുക്ക് കിട്ടും. എത്രയായിരുന്നു ടോട്ടൽ വെയിറ്റ്? ടോട്ടൽ വെയിറ്റ് 8 കിലോഗ്രാം 500 ഗ്രാം. 8 കിലോഗ്രാം 500 ഗ്രാം ആണ് വേണ്ടത്. സീത വാങ്ങിയത് 5 കിലോഗ്രാം 750 ഗ്രാം. ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 0 5. 4ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ കിട്ടില്ല. 14ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 7. 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2. 2 കിലോഗ്രാം 750 ഗ്രാം ആണ് എന്ത്? സീത ഇനിയും വാങ്ങേണ്ട ബർഫിയുടെ വെയിറ്റ്. 8 കിലോഗ്രാം 500 ഗ്രാം അവക്ക് ടോട്ടൽ വേണം. 5 കിലോഗ്രാം 750 ഗ്രാം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി. ഇനി ബാക്കി എത്ര കൂടി വാങ്ങണം? 2 കിലോഗ്രാം 750 ഗ്രാം. Okay. Then sixth question. A man weighed 96 kilogram 500 gram.
After 2 months, he weighed 87 kilogram, 800 gram. How much weight did he lose? ഒരാൾക്ക് 96 കിലോഗ്രാം 500 ഗ്രാം വെയിറ്റ് ഉണ്ട്. വലിയ വെയിറ്റ് അല്ലേ അത്? ഒരാൾക്ക് അത്രയും വെയിറ്റ് എന്ന് പറയുമ്പോൾ നല്ല തടി ഉണ്ടാവില്ലേ? അപ്പൊ അയാൾ ഇങ്ങനെ അയ്യോ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര തടിയാ ഭയങ്കര വെയിറ്റ് ആണെന്ന് പറയുന്നത് കേട്ടിട്ട് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സൂത്രം ചെയ്തു. 2 മാസം കൊണ്ട് 87 കിലോഗ്രാം 800 ഗ്രാം വെയിറ്റ് ആയി. എത്രയോ വെയിറ്റ് കുറഞ്ഞിട്ട് 87 കിലോഗ്രാം 800 ഗ്രാം ആയി അയാളുടെ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അയാൾ 2 മാസം കൊണ്ട് കുറച്ചിരിക്കുന്ന വെയിറ്റ്? നിങ്ങൾ ചിലപ്പോൾ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും. 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, 4 മാസം കൊണ്ട് 15 കിലോ കുറയ്ക്കാം എന്നൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും. ഓരോ മരുന്നിന്റെയും അല്ലെങ്കിൽ യോഗ സെന്ററിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ പരസ്യം കാണാറുണ്ട്. അതുപോലെ എത്രയോ വെയിറ്റ് കുറച്ചിട്ട് അയാള് 96 കിലോഗ്രാം 500 ഗ്രാം ഉള്ളതിൽ നിന്ന് എത്രയായി മാറി? 87 കിലോഗ്രാം 800 ഗ്രാം ആയി മാറി. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അയാൾ കുറച്ചിരിക്കുന്ന വെയിറ്റ്? അയാൾക്ക് കുറഞ്ഞ വെയിറ്റ് എത്രയായിരിക്കും? ഈ ടോട്ടൽ വെയിറ്റ് ആദ്യത്തെ വെയിറ്റിൽ നിന്ന് രണ്ടാമത്തെ വെയിറ്റ് കുറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ആദ്യം നോക്കുമ്പോ ഇപ്പൊ നോക്കുമ്പോ ഒരു 30 കിലോഗ്രാം ഉണ്ട്. 2 മാസം കഴിഞ്ഞ് നോക്കുമ്പോ 27 കിലോഗ്രാമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കിലോ കുറഞ്ഞു? 3 കിലോ കുറഞ്ഞു അല്ലേ? ഇയാൾ ആദ്യം നോക്കുമ്പോ 96 കിലോ 500 ഗ്രാം ഉണ്ട്. രണ്ടാമത് നോക്കുമ്പോ 2 മാസം കഴിഞ്ഞ് നോക്കുമ്പോ 87 കിലോ 800 ഗ്രാമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ ആയിരിക്കും അയാൾ കുറഞ്ഞിട്ടുണ്ടാവുക? 2 വെയിറ്റും തമ്മിൽ ഡിഫറൻസ് എടുത്താൽ മതി. മൈനസ് ചെയ്താൽ 0 0 15 നിന്ന് 8 മൈനസ് ചെയ്താൽ 7. ഇവിടെ 5 ഉണ്ട്. 15 നിന്ന് 7 മൈനസ് ചെയ്താൽ 8. ഇവിടെ 8 ഉള്ളൂ. 8 നിന്ന് 8 മൈനസ് ചെയ്താൽ 0. അപ്പൊ 8 കിലോഗ്രാം 700 ഗ്രാം ആണ് അയാള് 2 മാസം കൊണ്ട് കുറച്ചത്. ആ ഫിഫ്ത് വൺ പറഞ്ഞില്ലേ? സോറി ഇത് പറഞ്ഞതിന് ശേഷം പറയാട്ടോ. ഓക്കെ, ഇത് 6th വൺ ആണേ. 6th ആൻസർ ആട്ടോ ഇപ്പൊ മിസ് പറഞ്ഞേ. 5ാമത്തെ പറഞ്ഞുതരാം, അത് വിട്ടുപോയതാണേ. സോറി, ഇപ്പൊ പറഞ്ഞുതരാം. 6ാമത്തതിന്റെ ആൻസർ ആണിത്. അപ്പോ അയാള് 96 കിലോഗ്രാം 500 ഗ്രാമിൽ നിന്ന് 8 കിലോഗ്രാം 700 ഗ്രാം കുറച്ചിട്ട് 2 മാസം കൊണ്ട് 87 കിലോഗ്രാം 800 ഗ്രാം ആയി. Then 5th question. An empty bag weighs 200 gram. An empty bag weighs 200 gram. If 3 kilogram 650 gram of potatoes and 5 kilogram 500 gram of onions were put into it, what will be the weight of the bag? ഒരു empty ബാഗിന് 200 gram weight ഉണ്ട്. ആ ബാഗിനകത്തേക്ക് 3 കിലോഗ്രാം 650 ഗ്രാം പൊട്ടറ്റോയും 5 കിലോഗ്രാം 500 ഗ്രാം ഒനിയനും ഇട്ട് കഴിഞ്ഞാൽ then what will be the weight of the bag? ആ ബാഗിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? പ്ലസ് ചെയ്യണം അല്ലേ? ഏതൊക്കെ തമ്മിലാ പ്ലസ് ചെയ്യണ്ടേ? പൊട്ടറ്റോസിന്റെ വെയിറ്റ് എത്രയാ? 3 കിലോഗ്രാം 650 ഗ്രാം പൊട്ടറ്റോസ്. ഓണിയന്റെ വെയിറ്റ് എത്രയാ? 5 കിലോഗ്രാം 500 ഗ്രാം. ഇനി ആ ബാഗിന്റെ വെയിറ്റ് എത്രയാ? 200 ഗ്രാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ അതിന്റെ ടോട്ടൽ വെയിറ്റ് ആവുമല്ലോ. ആഡ് ചെയ്ത് നോക്കിയേ. 0 5 6 plus 5 11 11 plus 2 13.
Remaining 1. 1 plus 3, 4. 4 plus 5, 9. Total weight 9 kilogram, 350 gram. 9 kilogram, 350 gram. അഞ്ചാമത്തെ ആൻസർ ആണ് ഇത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം മീനിങ്ങും പറഞ്ഞു തന്നിട്ടുണ്ട്, ആൻസറും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോട്ടിലേക്ക് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ബാക്കി ആൻസറും കൂടി എഴുതി വെക്കുക ഹോംവർക്ക് ആയിട്ട്. ഇന്ന് തന്നെ എഴുതി അയച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എക്സാം അല്ലേ? ആ, മിസ്സിന്റെ പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി. ഒരു കാര്യം കൂടി മിസ് പറഞ്ഞുതരാം. ഇന്നത്തെ ഹോംവർക്ക് കിട്ടാത്ത ആരുടെയും മാർക്ക് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രസ് കാർഡിൽ എൻ്റർ ചെയ്യില്ല കേട്ടോ. ആബ്സെന്റ് ഇടും ഹോംവർക്ക് കിട്ടാത്തവർക്ക്. ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനൊന്നുമില്ല, ആൻസർ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റെപ്സ് എഴുതി ആൻസർ എഴുതുക മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത 9 പേരും, 9 പേര് മാത്രമല്ല യൂട്യൂബ് ക്ലാസ് കാണുന്നവരും ഹോംവർക്ക് അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന്റെ മാർക്ക് ഞാൻ പ്രോഗ്രസ്സിൽ എഴുതാൻ കൊടുക്കില്ല, അവിടെ ആബ്സെന്റ് ഇടും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയാലും ഞാൻ ആബ്സെന്റ് ഇടും. ആ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അയച്ചു തന്നാ പോരെ? വൈകുന്നേരത്തിനുള്ളിൽ അയച്ചു തന്നാ മതി. ഓക്കെ, അമ്മ വന്നിട്ട് അയച്ചു തന്നാ മതി. പക്ഷെ ഈ ഹോംവർക്കിന്റെ ആൻസർ എല്ലാവരുടെയും എനിക്ക് കിട്ടിയിരിക്കണം. ഇന്നും നാളെ ആയിട്ട് ഹോംവർക്കിന്റെ ആൻസർ കിട്ടിയിരിക്കണം. മറ്റന്നാളല്ലേ നിങ്ങൾക്ക് എക്സാം അല്ലേ? അപ്പോ എക്സാമിന് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാ. ഒന്നും ടെൻഷനൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കുന്നേ കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് എല്ലാത്തിനും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. കറക്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കറക്റ്റ് ആൻസർ കിട്ടിയത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ആൻസർ കിട്ടിയത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് കുറക്കണ്ട, തെറ്റിക്കണ്ട. ശരിക്ക് കിട്ടിയ ആൻസർ കിട്ടിയത് മാത്രം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കേട്ടല്ലോ? എന്നിട്ട് നിങ്ങൾ ആ മാർക്കിന്റെ വ്യൂ സ്കോർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂലേ? ആ മാർക്കിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് മിസ്സിന് അയച്ചു തരണേ കേട്ടോ. പിന്നെയുള്ള കാര്യം, നിങ്ങളുടെ എക്സാം എത്ര മണിക്കായിരുന്നു? നിങ്ങൾക്ക് അല്ല, മാത്സിന്റെ എക്സാം നോക്കട്ടെ. അല്ലേ? ഓക്കെ, 145-നുള്ള എക്സാം എല്ലാരും 145-ന് തന്നെ അറ്റൻഡ് ചെയ്യാ കേട്ടല്ലോ. അതിനുശേഷം, അതായത് 2:30-ക്ക് ശേഷം ആരും എക്സാം അറ്റൻഡ് ചെയ്യണ്ട. 2:30 വരെ കിട്ടുന്ന ആൻസർ മാത്രമേ മിസ് നോക്കുള്ളൂ. കൂടി പോയ 2:45. അതിനപ്പുറം കിട്ടുന്ന ആൻസർ ഒന്നും മിസ് വാല്യൂ ചെയ്യാൻ എടുക്കില്ല, പ്രോഗ്രസ് കാർഡിൽ എഴുതാനും എടുക്കില്ല. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാം? ആ കൃത്യസമയത്ത് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. അഥവാ എന്തെങ്കിലും കാരണവശാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം മിസ്സിനെ നേരത്തെ അറിയിക്കാം. ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളല്ല, പാരന്റ്സ് വിളിച്ച് പറയണം. പാരന്റ്സ് വിളിച്ച് പറയോ മെസ്സേജ് അയക്കോ ചെയ്യാം. മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ പാരന്റ്സ് വോയിസ് മെസ്സേജ് തന്നെ അയക്കണം, ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കണ്ട. അല്ലെങ്കിൽ മിസ്സിനെ വിളിച്ച് പറയാം, ഇന്ന കാരണം കൊണ്ട് എക്സാം ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോക്സിമേറ്റ് ടൈമും പറയാം. കേട്ടല്ലോ? അപ്പോ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. ഇന്ന് തന്നെ മിസ്സിന് അയച്ചു തരാം. എക്സാമിന് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ.
താങ്ക് യു. Okay.